നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി. എന്തായാലും 2020 ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം 50% വോട്ട് പിടിക്കുക എന്നത് തന്നെയാണ്. കന്നി വോട്ടർമാരുമായി മികച്ച ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നതിനു വേണ്ടി പ്രത്യേകമായ പദ്ധതികൾ തന്നെ ബി.ജെ.പി വിഭാവനം ചെയ്തിട്ടുണ്ട്. രാജ്യത്താകെയുള്ള പുതിയ വോട്ടർമാരെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വേണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദേശീയ അധ്യക്ഷനായ ജെ.പി. നദ്ദയും ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ബമ്പർ വിജയം നേടുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് തന്നെയാണ് സംസ്ഥാന തലത്തിലുള്ള നേതാക്കളോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം. ജനുവരി 1 മുതൽ തന്നെ ബി.ജെ.പിയുടെ പ്രചരണ പരിപാടികൾ ചൂടുപിടിച്ചു തുടങ്ങും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊന്നുമല്ല, മറിച്ച് രാമക്ഷേത്രം തന്നെയാണ്. ജനുവരി 1 മുതൽ തന്നെ രാമക്ഷേത്രത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങുമെന്ന് നമുക്കറിയാം. ഇത് ബി.ജെ.പിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി കൂടി ഉപയോഗിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. ഇതിനായി രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും ഡോർ ടു ഡോർ പ്രചരണം ബി.ജെ.പിയുടെ പ്രവർത്തകർ നടത്തുകയും ചെയ്യും. അയോധ്യയിലെ ക്ഷേത്രത്തിലെ ദീപം തെളിയിക്കൽ ചടങ്ങിൽ 10 കോടി കുടുംബങ്ങളെ എത്തിക്കുക എന്ന ഒരു ടാർഗറ്റ് കൂടി ബി.ജെ.പിയുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ പാർട്ടിക്ക് ഗുണകരമാകുന്ന വിധം ഉപയോഗപ്പെടുത്താം എന്നുള്ള ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വന്നത്. RSSും വിശ്വഹിന്ദു പരിഷത്തും ഉൾപ്പെടെയുള്ള സംഘടനകൾ രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ ബി.ജെ.പിയുടെ നേതാക്കളും ഈ യോഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ യുവമോർച്ചയെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ കൂടി ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നുണ്ട്. കാരണം കന്നി വോട്ടർമാരെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും യുവമോർച്ച കളത്തിൽ ഇറങ്ങേണ്ട ഒരു പ്രാധാന്യമുണ്ട്. വീടുകൾ തോറും നടന്നുള്ള ഈ രാമക്ഷേത്രത്തെ ഒരു പ്രചരണ തന്ത്രമായി ഉപയോഗിക്കുമ്പോൾ അവിടെയും ഇത്തരത്തിലുള്ള യുവമോർച്ച പ്രവർത്തകർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. എന്തായാലും പ്രതിപക്ഷം രാമക്ഷേത്രത്തിനെതിരെ നിലപാട് എടുത്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ബി.ജെ.പിയുടെ ഒരു തീരുമാനം. അങ്ങനെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ആര് നയിക്കും എന്നുള്ള ചോദ്യത്തിന് മോദി എന്നോ അമിത്ഷാ എന്നോ അല്ല ഉത്തരം, മറിച്ച് അത് ശ്രീരാമൻ എന്ന് തന്നെയാണ്. കാരണം ശ്രീരാമചന്ദ്രന്റെ പേര് പറഞ്ഞു തന്നെയായിരിക്കും ബി.ജെ.പി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് പിടിക്കാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ രാജ്യത്തെ ജനസംഖ്യാ നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പാർട്ടി വിഭാവനം ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഉത്തരേന്ത്യ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം ഉയർന്നു വരാൻ പോകുന്നതും ചർച്ചയാക്കപ്പെടാൻ പോകുന്നതും രാമക്ഷേത്രം തന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.